എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. ഈ മൺസൂൺ കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെയാകെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ വീടുകൾ നശിച്ചു, ചിലയിടങ്ങളിൽ വയലുകൾ മുങ്ങി, കുടുംബങ്ങൾ ഒന്നടങ്കം ഇല്ലാതെയായി. വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൽ പാലങ്ങൾ ഒലിച്ചുപോയി, റോഡുകൾ ഒലിച്ചുപോയി, ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായി. ഈ സംഭവങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ദുഃഖിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ വേദന നമ്മുടെ എല്ലാം വേദനയാണ്. എവിടെയൊക്കെ പ്രതിസന്ധി വന്നോ അവിടെയൊക്കെ ആളുകളെ രക്ഷിക്കാൻ നമ്മുടെ NDRF, SDRF ജവാന്മാർ, മറ്റ് സുരക്ഷാ സേനകൾ എല്ലാവരും രാവും പകലും പ്രവർത്തിച്ചു. സൈനികർ സാങ്കേതികവിദ്യയുടെ സഹായവും തേടിയിട്ടുണ്ട്. തെർമൽ ക്യാമറകൾ, ലൈവ് ഡിറ്റക്ടറുകൾ, സ്നിഫർ ഡോഗ്സ്, ഡ്രോൺ നിരീക്ഷണം തുടങ്ങി ആധുനിക സാങ്കേതികത വിദ്യകളുടെ സഹായത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. ഈ സമയത്ത് ഹെലികോപ്റ്റർ വഴി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കാൻ കഴിഞ്ഞു. പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തു. ദുരന്തത്തിൻ്റെ സമയത്ത് സൈന്യം ഒരു സഹായിയായി മുന്നോട്ട് വന്നു. പ്രദേശവാസികൾ, സാമൂഹിക പ്രവർത്തകർ, ഡോക്ടർമാർ, ഭരണകൂടം തുടങ്ങി എല്ലാവരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി. ഈ ദുഷ്കരമായ സമയത്ത് മനുഷ്യത്വത്തിന് എല്ലാറ്റിനുമുപരിയായി സ്ഥാനം നൽകിയ ഓരോ പൗരനും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വെള്ളപ്പൊക്കത്തിൻ്റെയും മഴയുടെയും ഈ നാശനഷ്ടങ്ങൾക്കിടയിൽ ജമ്മു കശ്മീർ 2 സവിശേഷമായ നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. ഇവയെക്കുറിച്ച് അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ആ നേട്ടങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാകും. ജമ്മു കശ്മീരിലെ പുൽവാമയിലെ ഒരു സ്റ്റേഡിയത്തിൽ റെക്കോർഡ് എണ്ണം ആളുകൾ ഒത്തുകൂടി. പുൽവാമയിലെ ആദ്യത്തെ ഡേ നൈറ്റ് ക്രിക്കറ്റ് മത്സരം ഇവിടെ നടന്നു. മുമ്പ് ഇത് അസാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം റോയൽ പ്രീമിയർ ലീഗിൻ്റെ ഭാഗമാണ്. അതിൽ ജമ്മു കശ്മീരിൽ നിന്നുള്ള വിവിധ ടീമുകൾ കളിക്കുന്നു. ഇത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, പുൽവാമയിൽ രാത്രിയിൽ ആയിരക്കണക്കിന് പേർ ക്രിക്കറ്റ് ആസ്വദിക്കുന്നത് ശരിക്കും കാണേണ്ട കാഴ്ചയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ രണ്ടാമത്തെ പരിപാടി രാജ്യത്ത് നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ആയിരുന്നു. അതും ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ വെച്ചാണ് നടന്നത്. സത്യത്തിൽ ഇത്തരത്തിലൊരു ഉത്സവം സംഘടിപ്പിക്കാൻ മാത്രം മികച്ച സ്ഥലമായിരിക്കുന്നു അവിടം. ജമ്മു കശ്മീരിൽ വാട്ടർ സ്പോർട്സിനെ കൂടുതൽ ജനപ്രിയമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിലുടനീളമുള്ള 800-ലധികം അത്ലറ്റ്സ് പങ്കെടുത്തു. വനിതാ അത്ലറ്റ്സും പിന്നിലായിരുന്നില്ല. അവരുടെ പങ്കാളിത്തവും ഏകദേശം പുരുഷന്മാർക്ക് തുല്യമായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കളിക്കാരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ മധ്യപ്രദേശിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിനുശേഷം ഹരിയാനയും ഒഡീഷയുമാണ്. ജമ്മു കശ്മീർ സർക്കാരിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും സ്നേഹത്തെയും ആതിഥ്യമര്യാദയെയും ഞാൻ വളരെയധികം പ്രശംസിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഇതിൽ പങ്കെടുത്ത രണ്ടിക്കാരോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരിൽ ഒരാൾ ഒഡീഷയിൽ നിന്നുള്ള രശ്മിത സാഹുവും മറ്റൊരാൾ ശ്രീനഗറിൽ നിന്നുള്ള മൊഹ്സിൻ അലിയുമാണ്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. രശ്മിത ജി, നമസ്തേ. നമസ്തേ സർ. ജയ് ജഗന്നാഥ്. ജയ് ജഗന്നാഥ്. രശ്മിത ജി, ഒന്നാമതായി കായിക രംഗത്തെ നിങ്ങളുടെ വിജയത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ.
രശ്മിത, നമ്മുടെ ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കായിക യാത്രയെക്കുറിച്ചും അറിയാൻ വളരെ ആകാംക്ഷയിലാണ്. ഞാനും വളരെ ആകാംക്ഷയിലാണ്. പറയൂ. സർ, ഞാൻ രശ്മിത സാഹു, ഒഡീഷയിൽ നിന്നുള്ള ഒരു കെനിങ് പ്ലേ ആണ്. ഞാൻ 2017 സ്പോർട്സിൽ ചേർന്നത്. കാനോയിങ്ങിൽ ഞാൻ നാഷണൽ ലെവലിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും നാഷണൽ ഗെയിംസിലും പങ്കെടുത്തിട്ടുണ്ട്. സർ, എനിക്ക് 41 മെഡൽസ് ഉണ്ട്. 13 ഗോൾഡ്, 14 സിൽവർ, 14 ബ്രോൺസ് മെഡൽസ്. സർ, ഈ കായിക വിനോദത്തിൽ എങ്ങനെയാണ് താല്പര്യം വന്നത്? ആരാണ് നിങ്ങളെ ഇതിലേക്ക് എത്താൻ ആദ്യം പ്രേരിപ്പിച്ചത്? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കായിക അന്തരീക്ഷമുണ്ടോ? ഇല്ല സർ, ഞാൻ വരുന്ന ഗ്രാമത്തിൽ സ്പോർട്സിനുള്ള അവസരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇവിടെ പുഴയിൽ ബോട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ സ്വിമ്മിങ് പോയതായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും സ്വിമ്മിങ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു കനയാക്കിംഗ് ബോട്ട് അതുവരെ പോയി. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു ജഗപ്പൂരിൽ സായി സ്പോർട്സ് സെന്റർ ഉണ്ട്, അവിടെ സ്പോർട്സ് നടക്കാറുണ്ട്, ഞാനും അങ്ങോട്ട് പോകാൻ ഇരിക്കുകയാണ് എന്ന്. എനിക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് പോലും ഇല്ലായിരുന്നത്. വെള്ളത്തിൽ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുകയാണോ. ഞാൻ അവളോട് പറഞ്ഞു എനിക്കും പോകണമെന്ന്. എനിക്കും പറഞ്ഞു ഇതായേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് അവിടെ പോയി സംസാരിക്കാം. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ശരി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. ആ സമയത്ത് ട്രയൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോച്ചുമാർ പറഞ്ഞു ട്രയൽ ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ഫെബ്രുവരി മാർച്ച് നിങ്ങൾ ആ ട്രയൽ ഡേ സമയത്ത് വരുമെന്ന്. പിന്നെ ഞാൻ ട്രയൽ ഡേ സമയത്ത് വന്നു. ശരി രശ്മിത, കശ്മീരിൽ നടന്ന ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടാണോ കശ്മീരിൽ പോയത്? അതെ സർ, ഞാൻ ആദ്യമായിട്ടാണ് കശ്മീരിൽ പോയത്. ഞങ്ങൾക്കായി അവിടെ ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ എനിക്ക് 2 ഇവന്റ് ഉണ്ടായിരുന്നു. സിംഗിൾസ് 200 മീറ്ററും 500 മീറ്റർ ഡബിൾസും. ഞാൻ രണ്ടിലും ഗോൾഡ് മെഡൽ നേടി സർ. ഗംഭീരം, രണ്ടിലും നേടിയല്ലേ? യെസ് സർ. ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ശരി രശ്മിത, വാട്ടർ സ്പോർട്സ് അല്ലാതെ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? സർ, വാട്ടർ സ്പോർട്സ് അല്ലാതെ സർ എനിക്ക് സ്പോർട്സിൽ റണ്ണിങ് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴൊക്കെ ഞാൻ അവധിക്ക് പോകുന്നു ഒക്കെ ഞാൻ റണ്ണിങ്ങിന് പോകും. എൻ്റെ പഴയ ഫീൽഡിൽ ഞാൻ മുൻകുറച്ച് ഫുട്ബോൾ കളിക്കാൻ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴൊക്കെ പോകുന്നോ അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് റണ്ണിങ് ചെയ്യും, ഞാൻ ഫുട്ബോൾ കളിക്കും സർ. കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ സ്പോർട്സ് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. അതെ സർ, ഞാൻ 1ാം ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും അതിലെല്ലാം ഫസ്റ്റ് വരുമായിരുന്നു, ചാമ്പ്യൻ ആകുമായിരുന്നു സർ. രശ്മിത, നിങ്ങളെപ്പോലെ സ്പോർട്സിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? സോ ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ല. അതും ഒരു പെൺകുട്ടിയാണെങ്കിൽ പുറത്ത് എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കും. പിന്നെ ചിലർ പൈസയുടെ പ്രശ്നം കാരണം കളി നിർത്തുന്നുണ്ട്. എന്നാൽ ഈ ഖേലോ ഇന്ത്യ സ്കീം കാരണം ഒരുപാട് കുട്ടികൾക്ക് പണം കൊണ്ടുള്ള സഹായവും കിട്ടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അത് കാരണം ഒരുപാട് കുട്ടികൾക്ക് വരാൻ കഴിയുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയും സ്പോർട്സ് ഉപേക്ഷിക്കരുതെന്ന്. സ്പോർട്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. സ്പോർട്സ് ഒരു തരത്തിലൊരു കളിയാണ്, പക്ഷേ അതിലൂടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കും. പിന്നെ സ്പോർട്സിനെ കൊണ്ടുപോയി ഇന്ത്യക്ക് മെഡൽ വാങ്ങി കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് സർ. ശരി രശ്മിതജി, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ അച്ഛനോടും എൻ്റെ പ്രണാമം അറിയിക്കണം. കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും തൻ്റെ മകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം അത്രയധികം പ്രോത്സാഹനങ്ങൾ നൽകി. എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു സർ. ജയ് ജഗന്നാഥ്. ജയ് ജഗന്നാഥ്. മൊഹ്സിൻ അലി, നമസ്തേ. നമസ്തേ സർ. മൊഹ്സിൻ ജി, താങ്കൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്കളുടെ ശോഭനമായ ഭാവിക്കായി എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. മൊഹ്സിൻ, ആദ്യമായി നടന്ന ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ, അതിൽ തന്നെ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയത് താങ്കളാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർ, ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ ഖേലോ ഇന്ത്യയിൽ ഗോൾഡ് മെഡൽ നേടി. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കശ്മീരി വെച്ച് നടന്നത്. ആളുകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരുപാട് ആളുകൾ ഇതേപറ്റി സംസാരിക്കുന്നുണ്ട് സർ. ഫാമിലി മുഴുവൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ സ്കൂളിലുള്ളവരോ? സ്കൂളിലുള്ള എല്ലാവരും സന്തോഷത്തിലാണ്. കശ്മീരിലുള്ള എല്ലാവരും പറയുന്നത് ഇന്നൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന്. അതായത് താങ്കൾ ഇപ്പോൾ ഒരു വലിയ സെലിബ്രിറ്റി ആയിരിക്കുന്നു. സർ, അതെ സർ. ശരി, വാട്ടർ സ്പോർട്സ് എങ്ങനെയാണ് താല്പര്യം ഉണ്ടായത്? അതിന് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ തോന്നുന്നത്? എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ബോർഡ് ദാലിലേക്ക് ഓടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു നീ ഇതുപോലെ ചെയ്യുമോ എന്ന്. എനിക്കും താല്പര്യമുണ്ടായിരുന്നു.
ഞാനും പിന്നെ അവിടെ സെൻട്രൽ മേഡമത്തിന്റെ അടുത്തെ പഠിപ്പിച്ചു, ബിൽക്കിസ് മേഡൈ. ശരി മോസിൻ, രാജ്യമെമ്പാടുമുള്ള ആളുകൾ വന്നിരുന്നല്ലോ. ആദ്യമായിട്ടാണ് വാട്ടർ സ്പോർട്സിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്, അതും ശ്രീനഗറിൽ, അതും ദാൽ തടാകത്തിൽ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയധികം ആളുകൾ വന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഒരുപാട് സന്തോഷം സർ. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നല്ല സ്ഥലമാണ്, നല്ലതാണ്, ഇവിടുത്തെ ഫെസിലിറ്റി എല്ലാം നല്ലതാണെന്നൊക്കെ. എല്ലാം നല്ലതായിരുന്നു ഖേലോ ഇന്ത്യയിൽ. പിന്നെ നിങ്ങൾ കളിക്കാനായി കശ്മീരിന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? യെസ് സർ, ഞാൻ ഭോപ്പാലിൽ പോയിട്ടുണ്ട്, ഗോവയിൽ പോയിട്ടുണ്ട്, കേരളത്തിൽ പോയിട്ടുണ്ട്, ഹിമാചലിൽ പോയിട്ടുണ്ട്. ഓ, അപ്പോൾ നിങ്ങൾ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലേ. അതെ സർ. ശരി, അത്രയധികം കളിക്കാർ അവിടെ വന്നിരുന്നു. യെസ് സർ. അപ്പോൾ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? സർ, ഒരുപാട് കൂട്ടുകാരെ കിട്ടി, ഒരുമിച്ച് കറങ്ങുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ഡാൽ ലേക്ക്, ലാൽ ചോക്കിൽ എല്ലാ സ്ഥലത്തും കറങ്ങി സർ. പാൽഗാമിലും പോയിരുന്നു. യെസ് സർ, എല്ലാ സ്ഥലത്തും പോയി. നോക്കൂ, ഞാൻ കണ്ടിട്ടുണ്ട്, ജമ്മു കശ്മീരിൽ സ്പോർട്സ് ടാലൻറ്റ് വളരെ മികച്ചതാണ്. അതെ സർ. നമ്മുടെ ജമ്മു കശ്മീരിലെ യുവാക്കൾക്ക് രാജ്യത്തിൻ്റെ യശസ്സുയർത്താൻ കഴിവുണ്ട്. താങ്കൾ അത് ചെയ്ത് കാണിച്ചു. സർ, എൻ്റെ ഡ്രീം ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നതാണ്. അത് തന്നെയാണ് ഡ്രീം. കൊള്ളാം, ഗംഭീരം. അതാണ് എൻ്റെ സ്വപ്നം സർ. നോക്കൂ, താങ്കളിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. സർ, അത് തന്നെയാണ് എൻ്റെ സ്വപ്നം, ഒളിമ്പിക്സിൽ മെഡൽ നേടുക, രാജ്യത്തിനു വേണ്ടി അവിടെ ദേശീയഗാനം കേൾപ്പിക്കുക. അതുമാത്രമാണ് എൻ്റെ സ്വപ്നം. എൻ്റെ രാജ്യത്തെ ഒരു തൊഴിലാളി കുടുംബത്തിലെ മകൻ ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുന്നു. അതിനർത്ഥം ഈ രാജ്യം ഒരുപാട് മുന്നോട്ട് പോകുമെന്നാണ്. സർ, ഒരുപാട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് നന്ദിയുണ്ട്. അവർ ഇവിടെ ഖേലോ ഇന്ത്യ സംഘടിപ്പിച്ചു. ഇവിടെ ആദ്യമായാണ് ഇത് നടക്കുന്നത് സർ. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഇത്രയധികം പ്രശംസ ലഭിക്കുന്നത്. യെസ് സർ. ഷരി മുഹ്സിൻ, നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വകയായി നിങ്ങളുടെ അച്ഛനോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുക. കാരണം അദ്ദേഹം ഒരു തൊഴിലാളിയുടെ ജീവിതം നയിച്ചിട്ടും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തു. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഒട്ടും വിശ്രമിക്കാതെ 10 വർഷത്തോളം തപസ്സനുഷ്ഠിച്ചു. ഇത് ഒരു കായിക താരത്തിന് വളരെ വലിയ പ്രചോദനമാണ്. നിങ്ങളുടെ കോച്ചിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. എൻ്റെ വകയായ ഒരുപാട് ആശംസകൾ, ഒരുപാട് അഭിനന്ദനങ്ങൾ സഹോദര. താങ്ക് യു സർ. നമസ്കാർ സർ. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ഭാവന രാജ്യത്തിൻ്റെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും സ്പോർട്സ് ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആര് കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുവോ അവർ വികസിക്കുന്നു. നമ്മുടെ രാജ്യവും ഇത്രത്തോളം ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്നുവോ അത്രത്തോളം വികസിക്കും. നിങ്ങൾ 2 കളിക്കാർക്കും നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ UPSC എന്ന് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. ഈ സ്ഥാപനം രാജ്യത്തെ ഏറ്റവും കഠിനമായ പരീക്ഷകളിലൊന്നായ സിവിൽ സർവീസ് എക്സാമും നടത്തുന്നു. നമ്മളെല്ലാവരും സിവിൽ സർവീസസിലെ ടോപ്പേഴ്സിൻ്റെ പ്രചോദനാത്മകമായ കാര്യങ്ങൾ പലതവണ കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാർ കഠിനമായ സാഹചര്യങ്ങളിൽ പഠിച്ചതിന് ശേഷം തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഈ സർവീസിൽ ഇടം നേടി. എന്നാൽ സുഹൃത്തുക്കളെ, UPSC പരീക്ഷയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. വളരെ കഴിവുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. അവിടെ കഠിനാധ്വാനം ആരെക്കാളും കുറവല്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിൽ അവർക്ക് അന്തിമ ലിസ്റ്റിൽ എത്താൻ കഴിയുന്നില്ല. ഈ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് പരീക്ഷകൾക്കായി വീണ്ടും തയ്യാറെടുക്കേണ്ടി വരുന്നു. ഇതിൽ അവരുടെ സമയവും പണവും ഒരുപോലെ ചെലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത്തരം മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രതിഭാ സേതു. പ്രതിഭാ സേതുവിൽ UPSCയുടെ വിവിധ പരീക്ഷകളുടെ എല്ലാ ഘട്ടങ്ങളും പാസ്സായ ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവസാന മെറിറ്റ് ലിസ്റ്റിൽ പേര് വരാൻ കഴിയാതെ പോയവർ, ഈ പോർട്ടലിൽ 10,000-ലധികം വരുന്ന അത്തരം മിടുക്കരായ യുവതീ യുവാക്കളുടെ ഒരു ഡേറ്റ ബാങ്ക് ലഭ്യമാണ്. ചിലർ സിവിൽ സർവീസസിന് തയ്യാറെടുക്കുകയായിരുന്നു. ചിലർക്ക് എഞ്ചിനീയറിംഗ് സർവീസസിലേക്ക് പോകണമായിരുന്നു. ചിലർ മെഡിക്കൽ സർവീസസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കടന്നിരുന്നു. എന്നാൽ ഫൈനലിൽ അവരുടെ സെലക്ഷൻ നടന്നില്ല. അത്തരം എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വിവരങ്ങൾ ഇപ്പോൾ പ്രതിഭാ സേതു പോർട്ടലിൽ ലഭ്യമാക്കുന്നുണ്ട്. ഈ പോർട്ടലിൽ നിന്ന് പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ മിടുക്കരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ എടുത്ത്
അവർക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ ശ്രമത്തിൻ്റെ ഫലങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു. നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോർട്ടലിൻ്റെ സഹായത്തോടെ ഉടൻ ജോലി ലഭിച്ചു. ചെറിയൊരു വ്യത്യാസത്തിൽ പിന്തള്ളപ്പെട്ട ആ യുവാക്കൾ ഇപ്പോൾ പുതിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷകരമായ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇക്കാലത്ത് പോഡ്കാസ്റ്റുകൾ വലിയ ഫാഷനാണ്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകൾ പലതരം ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും ചില പോഡ്കാസ്റ്റുകളിൽ പങ്കെടുത്തിരുന്നു. അതുപോലൊരു പോഡ്കാസ്റ്റ് ലോകത്തിലെ വളരെ ഫേമസ് ആയ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മനൊപ്പമായിരുന്നു. ആ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള ആളുകൾ പോഡ്കാസ്റ്റ് കേൾക്കുകയും ചെയ്തു. പോഡ്കാസ്റ്റ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സംസാരത്തിനിടയിൽ ഞാൻ വെറുതെ ഒരു വിഷയം ഉന്നയിച്ചു. ജർമ്മനിയിൽ നിന്നുള്ള ഒരു കളിക്കാരൻ ആ പോഡ്കാസ്റ്റ് കേട്ടു. അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ ടോപ്പിക്കുമായി അദ്ദേഹം അത്രയധികം കണക്റ്റഡായി. ആദ്യം അദ്ദേഹം ആ ടോപ്പിക്കിൽ റിസർച്ച് നടത്തി. തുടർന്ന് ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും ആ വിഷയത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് കത്തെഴുതി അറിയിക്കുകയും ചെയ്തു. മോദിജി പോഡ്കാസ്റ്റിൽ എന്ത് വിഷയമാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അത് ജർമ്മനിയിൽ നിന്നുള്ള ഒരു കളിക്കാരന് പ്രചോദനമായി. എന്തായിരുന്നു ആ വിഷയം? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. പോഡ്കാസ്റ്റിൽ സംഭാഷണ മധ്യേ മധ്യപ്രദേശിലെ ഷഹ്ദോളിലെ ഫുട്ബോൾ ക്രേസുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമത്തെക്കുറിച്ച് ഞാൻ വിവരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ 2 വർഷം മുൻപ് ഞാൻ ഷഹ്ദോളിൽ പോയിരുന്നു. അവിടുത്തെ ഫുട്ബോൾ പ്ലെയേഴ്സിനെ കണ്ടിരുന്നു. പോഡ്കാസ്റ്റിനിടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഷഹ്ദോളിലെ ഫുട്ബോൾ കളിക്കാരെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. ഇതുതന്നെയാണ് ജർമ്മൻ ഫുട്ബോൾ കളിക്കാരനും കോച്ചും ആയ ഡിയറ്റ്മാർ ബയർസ്ഡോർഫറും കേട്ടത്. ഷഹ്ദോളിലെ യുവ ഫുട്ബോൾ കളിക്കാരുടെ ലൈഫ് ജേണി അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ അവിടുത്തെ കഴിവുള്ള ഫുട്ബോൾ കളിക്കാർ മറ്റ് രാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുമെന്ന് ആരും സങ്കല്പിച്ചിരുന്നില്ല. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള ഈ കോച്ച് ഷഹ്ദോളിലെ ചില കളിക്കാർക്ക് ജർമ്മനിയിലെ ഒരു അക്കാദമിയിൽ ട്രെയിനിങ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മധ്യപ്രദേശ് സർക്കാരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. താമസിയാതെ ഷഹ്ദോളിൽ നിന്നുള്ള നമ്മുടെ ചില യുവ സുഹൃത്തുക്കൾ ട്രെയിനിങ് കോഴ്സിനായി ജർമ്മനിയിലേക്ക് പോകും. ഇന്ത്യയിൽ ഫുട്ബോളിൻ്റെ ജനപ്രീതി അനുദിനം വർദ്ധിക്കുന്നത് കാണുന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഫുട്ബോൾ പ്രേമികളോട് എനിക്ക് അഭ്യർത്ഥനയുള്ളത്, സമയം കിട്ടുമ്പോഴെല്ലാം ഷഹ്ദോളിൽ തീർച്ചയായും പോകണമെന്നും അവിടെ നടക്കുന്ന സ്പോർട്ടിംഗ് റെവല്യൂഷൻ അടുത്തു നിന്ന് കാണണമെന്നുമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സൂറത്തിൽ താമസിക്കുന്ന ജിതേന്ദ്ര സിംഗ് റാത്തോഡിനെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും. മനസ്സഭിമാനം കൊണ്ട് നിറയും. ഒരു സെക്യൂരിറ്റി ഗാർഡാണ് ജിതേന്ദ്ര സിംഗ് റാത്തോഡ്. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായ ഒരു പ്രവർത്തനം തുടങ്ങി. അത് ഓരോ രാജ്യസ്നേഹിക്കും ഒരു വലിയ പ്രചോദനമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ചില സൈനികരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഭാരതമാതാവിൻ്റെ സംരക്ഷണത്തിനായി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചവരുടെ. അദ്ദേഹത്തിൻ്റെ പക്കൽ 1-ാം ലോകമഹായുദ്ധം മുതൽ ഇന്നുവരെ വീരമൃത്യു വരിച്ച ആയിരക്കണക്കിന് ധീരസൈനികരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ രക്തസാക്ഷികളുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുമുണ്ട്. ഒരിക്കൽ ഒരു രക്തസാക്ഷിയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. രക്തസാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു, മകൻ പോയെങ്കിൽ എന്താ, രാജ്യം സുരക്ഷിതമാണല്ലോ. ഈ ഒരൊറ്റ കാര്യം ജിതേന്ദ്ര സിംഗ് ജിയുടെ മനസ്സിൽ രാജ്യസ്നേഹത്തിൻ്റെ ഒരു അത്ഭുതകരമായ ആവേശം നിറച്ചു.
ഇന്ന് അദ്ദേഹം അനേകം രക്തസാക്ഷികളുടെ കുടുംബങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നു. അദ്ദേഹം ഏകദേശം 2500 രക്തസാക്ഷികളുടെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ നിന്നുള്ള മണ്ണും ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. സായുധ സേനയോടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാണിത്. ജിതേന്ദ്രജിയുടെ ജീവിതം നമുക്ക് രാജ്യസ്നേഹത്തിൻ്റെ യഥാർത്ഥ പാഠം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈയിടെയായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലപ്പോഴും വീടുകളുടെ മേൽക്കൂരകളിലും വലിയ കെട്ടിടങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സോളർ പാനലുകൾ തിളങ്ങുന്നത്. ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് സൂര്യദേവന്റെ ഇത്രയധികം കൃപയുണ്ട്. അപ്പോൾ അദ്ദേഹം നൽകിയ ആ ഊർജം എന്തുകൊണ്ട് പൂർണ്ണമായി ഉപയോഗിച്ചുകൂടാ? സുഹൃത്തുക്കളെ, സോളർ പവർ കർഷകരുടെ ജീവിതത്തെയും മാറ്റിമറിക്കുകയാണ്. അതേ വയലുകൾ, അതേ അധ്വാനം, അതേ കർഷകർ. എന്നാൽ ഇപ്പോൾ അധ്വാനത്തിൻ്റെ ഫലം വളരെ കൂടുതലാണ്. ഈ മാറ്റം വരുന്നത് സോളർ പമ്പിൽ നിന്നും സോളർ റൈസ് മില്ലിൽ നിന്നുമാണ്. ഇന്ന് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നൂറുകണക്കിന് സോളർ റൈസ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സോളർ റൈസ് മില്ലുകൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചതിനൊപ്പം അവരുടെ മുഖത്തെ തിളക്കവും കൂട്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ബീഹാറിലെ ദേവകിജി സോളർ പമ്പ് ഉപയോഗിച്ച് ഗ്രാമത്തിൻ്റെ വിധി തന്നെ മാറ്റിമറിച്ചു. മുസാഫർപൂരിലെ രത്തൻപുര ഗ്രാമവാസിയായ ദേവകി ജിയെ ആളുകൾ ഇപ്പോൾ സ്നേഹത്തോടെ സോളർ ദീദി എന്ന് വിളിക്കുന്നു. ദേവകിജി അവരുടെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞു. ഒരു ചെറിയ കൃഷിയിടം, 4 കുട്ടികളുടെ ഉത്തരവാദിത്തം, ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രവുമില്ല. പക്ഷേ അവരുടെ ധൈര്യം ഒരിക്കലും തകർന്നില്ല. അവർ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. അവിടെ വെച്ചാണ് അവർക്ക് സോളർ പമ്പിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. അവർ സോളർ പമ്പിനായി ശ്രമങ്ങൾ തുടങ്ങി, അതിൽ വിജയിക്കുകയും ചെയ്തു. സോളർ ദീദിയുടെ സോളർ പമ്പ് അതിനുശേഷം ഗ്രാമത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചു. മുൻപ് കുറച്ച് ഏക്കർ സ്ഥലത്ത് മാത്രം ജലസേചനം സാധ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ സോളർ ദീദിയുടെ സോളർ പമ്പ് ഉപയോഗിച്ച് 40 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് വെള്ളം എത്തുന്നുണ്ട്. സോളർ ദീദിയുടെ ഈ ഉദ്യമത്തിൽ ഗ്രാമത്തിലെ മറ്റ് കർഷകരും പങ്കുചേർന്നിട്ടുണ്ട്. അവരുടെ വിളകൾ പച്ച പിടിക്കാൻ തുടങ്ങി, വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, മുൻപ് ദേവകി ജിയുടെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് അവർ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തൻ്റെ ജോലി ചെയ്യുന്നു, സോളർ ദീദിയായി പണം സമ്പാദിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ അവർ ആ പ്രദേശത്തെ കർഷകരിൽ നിന്ന് UPI വഴി പേയ്മെൻറ്റ് വാങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ ഗ്രാമത്തിലുടനീളം അവരെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അവരുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കാണിച്ചു തരുന്നത് സൗരോർജം വൈദ്യുതിക്കുള്ള ഒരു മാർഗം മാത്രമല്ല, മറിച്ച് ഓരോ ഗ്രാമത്തിലും പുതിയ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു പുതിയ ശക്തി കൂടിയാണെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സെപ്റ്റംബർ 15 ഇന്ത്യയുടെ മഹാനായ എഞ്ചിനീയർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ജിയുടെ ജന്മദിനമാണ്. ആ ദിവസത്തെ നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നു. എഞ്ചിനീയർമാർ വെറും മെഷീനുകൾ നിർമ്മിക്കുകയല്ല, അവർ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന കർമ്മയോഗികളാണ്. ഞാൻ ഇന്ത്യയിലെ ഓരോ എഞ്ചിനീയറെയും അഭിനന്ദിക്കുന്നു. അവർക്ക് എൻ്റെ ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, സെപ്റ്റംബറിൽ തന്നെ ഭഗവാൻ വിശ്വകർമാവിൻ്റെ പൂജയുടെ പുണ്യ അവസരവും വരാനിരിക്കുന്നു. 17 സെപ്റ്റംബറിനാണ് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൗശല വിദ്യകൾ ചെയ്യുന്ന നമ്മുടെ വിശ്വകർമ്മ സഹോദരങ്ങൾക്കും ഈ ദിവസം സമർപ്പിക്കുന്നു. വൈദഗ്ധ്യവും ജ്ഞാനവിജ്ഞാനവും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നിരന്തരം കൈമാറുന്നു. നമ്മുടെ ആശാരിമാർ, കൊല്ലന്മാർ, തട്ടാന്മാർ, കുശവന്മാർ, ശില്പികൾ, മരപ്പണിക്കാർ, മേസ്തിരിമാർ, ഇവർ എക്കാലവും ഭാരതത്തിൻ്റെ സമൃദ്ധിയുടെ അടിത്തറയായിരുന്നു.
നമ്മുടെ ഈ വിശ്വകർമ്മ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ വിശ്വകർമ്മ യോജന ആരംഭിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. तो ये जो मान पत्र में आपने लिखा है, ये स्टेटों के बारे में मैंने जो कुछ किया या हैदराबाद के बारे में हमारी गवर्नमेंट ने जो कुछ किया, ठीक है किया, लेकिन आप जानते हैं कि ये हैदराबाद का किस्सा इस तरह से हमने किया, उसमें कितनी मुसीबत हुई। सब स्टेटों के साथ, सब प्रिंसेस के साथ हमने वायदा दिया था कि भाई कोई प्रिंस का, कोई राजा का हम अलग फैसला नहीं करेंगे, सबका एक हिसाब, जैसे सबका होता है ऐसा उनका भी। लेकिन उनके लिए हमने वहां तक अलग समझौता किया। വല്ലഭായ് പട്ടേലിൻ്റെ ശബ്ദമാണ്. ഹൈദരാബാദിലെ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വരത്തിലുള്ള വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത മാസം സെപ്റ്റംബറിൽ നമ്മൾ ഹൈദരാബാദ് വിമോചന ദിനവും ആഘോഷിക്കുന്നതാണ്. ഓപ്പറേഷൻ പോളോയിൽ പങ്കെടുത്ത എല്ലാ വീരന്മാരുടെയും ധൈര്യത്തെ നമ്മൾ ഓർമ്മിക്കുന്ന മാസമാണിത്. ആഗസ്റ്റ് 1947 ഓഗസ്റ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഹൈദരാബാദ് തികച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. നിസാമിൻ്റെയും റസാക്കർമാരുടെയും അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിനോ വന്ദേ മാതരം എന്ന് പറയുന്നതിനോ പോലും ആളുകളെ കൊന്നൊടുക്കിയിരുന്നു. സ്ത്രീകളെയും പാവങ്ങളെയും ഉപദ്രവിച്ചിരുന്നു. ആ സമയത്ത് ബാബാ സാഹേബ് അംബേദ്കറും ഈ പ്രശ്നം വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ സർദാർ പട്ടേൽ വിഷയം ഏറ്റെടുത്തു. ഓപ്പറേഷൻ പോളോ ആരംഭിക്കാൻ അദ്ദേഹം സർക്കാരിനെ സജ്ജമാക്കി. റെക്കോർഡ് സമയത്തിനുള്ളിൽ നമ്മുടെ സൈന്യം ഹൈദരാബാദിനെ നിസാമിൻ്റെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കുകയും ചെയ്തു. രാജ്യം മുഴുവൻ ഈ വിജയം ആഘോഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം തീർച്ചയായും കാണാൻ സാധിക്കും. ഈ സ്വാധീനം ലോകത്തിലെ വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ചെറിയ പട്ടണങ്ങളിലും ഇത് കാണാൻ കഴിയും. ഇറ്റലിയിലെ ക്യാംബ്രോട്ടോണ്ടോ എന്ന ചെറിയ പട്ടണത്തിലും ഇതുപോലൊന്ന് കാണാൻ കഴിഞ്ഞു. അവിടെ മഹർഷി വാൽമീകിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഈ പരിപാടിയിൽ അവിടുത്തെ പ്രാദേശിക മേയർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ക്യാംബ്രോട്ടോണ്ടോയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരായ ആളുകൾ മഹർഷി വാൽമീകിയുടെ പ്രതിമ സ്ഥാപിച്ചതിൽ വളരെ സന്തോഷത്തിലാണ്. മഹർഷി വാൽമീകിയുടെ സന്ദേശങ്ങൾ നമ്മെയെല്ലാം ഒരുപാട് പ്രചോദിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ മാസം ആദ്യം കാനഡയിലെ മിസ്സിസാഗയിൽ പ്രഭു ശ്രീരാമന്റെ 51 അടി ഉയരമുള്ള പ്രതിമയും അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു. പ്രഭു ശ്രീരാമന്റെ ഗംഭീരമായ പ്രതിമയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ഷെയർ ചെയ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, രാമായണത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടുമുള്ള ഈ സ്നേഹം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തുകയാണ്. റഷ്യയിൽ ഒരു പ്രശസ്തമായ സ്ഥലമുണ്ട്, വ്ളാഡിവോസ്റ്റോക്ക്. പലർക്കും ഇതിനെ ഒരു സാധാരണ സ്ഥലമായിട്ടാണ് അറിയുന്നത്. അവിടെ ശൈത്യകാലത്ത് താപനില -20 മുതൽ -30 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. ഈ മാസം വ്ളാഡിവോസ്റ്റോക്കിൽ ഒരു അതുല്യമായ പ്രദർശനം നടന്നു. അതിൽ റഷ്യൻ കുട്ടികൾ രാമായണത്തിൻ്റെ വിവിധ തീമുകൾ വരച്ച പെയിൻറ്റിങ്ങുകളും ഷോക്കേസ് ചെയ്തു. അവിടെ ഒരു കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധം കാണുമ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ഇത്തവണ ഇത്രമാത്രമേ ഉള്ളൂ. ഈ സമയത്ത് രാജ്യമെമ്പാടും
ഗണേശോത്സവത്തിൻ്റെ ആവേശത്തിലാണ്. വരും ദിവസങ്ങളിൽ ഒരുപാട് ഉത്സവങ്ങളുടെ പൊലിമയുണ്ടാകും. ഈ ഉത്സവങ്ങളിൽ നിങ്ങൾ സ്വദേശി സന്ദേശം ഒരിക്കലും മറക്കരുത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു സമ്മാനം, ഇന്ത്യയിൽ നെയ്ത ഒരു വസ്ത്രം, ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ, വെളിച്ചം, ഇന്ത്യയിൽ നിർമ്മിച്ച അലങ്കാര വിളക്കുകൾ കൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കട്ടെ ഉപയോഗിക്കുന്നത്. അഭിമാനത്തോടെ പറയൂ, ഇത് സ്വദേശിയാണ്. അഭിമാനത്തോടെ പറയൂ, ഇത് സ്വദേശിയാണ്. അഭിമാനത്തോടെ പറയൂ, ഇത് സ്വദേശിയാണ്. ഈ ഭാവത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരേ ഒരു മന്ത്രം, വോക്കൽ ഫോർ ലോക്കൽ. ഒരേയൊരു വഴി, ആത്മനിർഭർ ഭാരത്. ഒരേയൊരു ലക്ഷ്യം, വികസിത് ഭാരത്. സുഹൃത്തുക്കളെ, ഈ സന്തോഷങ്ങൾക്കിടയിൽ നിങ്ങളെല്ലാവരും ശുചിത്വത്തിന് ഊന്നൽ നൽകണം. കാരണം എവിടെ ശുചിത്വമുണ്ടോ അവിടെ ഉത്സവങ്ങളുടെ ആനന്ദവും വർദ്ധിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിനു വേണ്ടി എനിക്ക് ഇതുപോലെ ധാരാളം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശവും ഈ പരിപാടിക്ക് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് തീർച്ചയായും എത്തിച്ചുകൊണ്ടിരിക്കുക. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ കൂടുതൽ പുതിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരുപാട് നന്ദി, നമസ്കാരം.